നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 2 മാർജിനൽ കൺസെപ്റ്റ്സ് ആൻഡ് ടോട്ടൽ കൺസെപ്റ്റ്സ്. ഓക്കെ, നമുക്ക് ഇതിൽ കുറേ കൺസെപ്റ്റ് കാര്യങ്ങൾ, മാർജിനൽ കൺസെപ്റ്റും ടോട്ടൽ കൺസെപ്റ്റും ഒക്കെ പഠിക്കാണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മാർജിനൽ ആൻഡ് ടോട്ടൽ കൺസെപ്റ്റ് ആണ്. Marginal and total concept. The marginal concept in economics explains the rate of change in the economic activities which occupies an important role in economic analysis. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ചേഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാർജിനൽ കൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഒരു 8 മാർജിനൽ കൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തെയാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നാലാമത്തെയാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അഞ്ചാമത്തെയാണ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ആറാമത്തെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ടോട്ടൽ പ്രൊഡക്റ്റ്. ഏഴാമത്തെയാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എട്ടാമത്തെയാണ് മാർജിനൽ റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മാർജിനൽ കൺസെപ്റ്റ് നോക്കുകയാണ്. ഫസ്റ്റ് മാർജിനൽ കൺസെപ്റ്റ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? വാട്ട് യു മീൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പവറിനെയാണ്, ഒരു കമോഡിറ്റിയുടെ ഒരു പവറിനെയാണ്. ഇപ്പൊ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊമോഡിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സർവീസിന് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു പവറിനെയാണ് എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. The word utility denotes the one satisfying power of a commodity or service. Utility function express utility of a function of consumption of real goods. U equal to utility എങ്ങനെയാണ്? U equal to function of f of x1 x2 x3 etc xn അങ്ങനെയാണ്. അതായത് എല്ലാ ഫംഗ്ഷന്റെയും ഒരു ഫംഗ്ഷനെയാണ്, എല്ലാ വേരിയബിൾസിന്റെയും ഒരു ഫംഗ്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റിയിൽ പറയുന്നതാണ് രണ്ട് അപ്രോച്ചസ് വരുന്നുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി അതേപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി. ഈ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ അപ്രോച്ചസിൽ എന്താണ് പറയുന്നത്? കാർഡിനലിസ്റ്റ് സ്കൂൾ പോസ്റ്റുലേറ്റഡ് ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ എന്താ പറയുന്നത്? ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് ഇത് മെഷർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അതായത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റി യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ബൈ ദ കൺസ്യൂമർ ഫ്രം ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് എ കൊമോഡിറ്റി ഇൻ ഈസ് ടോട്ടൽ യൂണിറ്റി. അതായത് ഒരു കൊമോഡിറ്റിയുടെ ഒരു കൺസ്യൂമർ ഒരു കൊമോഡിറ്റിയുടെ ഡിഫറെന്റ് യൂണിറ്റ്സിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സം ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ നെറ്റ് അഡീഷൻ ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി റിസൾട്ടിംഗ് ഫ്രം 1 യൂണിറ്റ് ചേഞ്ച് ഇൻ കൺസംഷൻ. അതായത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് അഡീഷൻ ഓർ ഇൻക്രിമെന്റൽ യൂട്ടിലിറ്റി. Is the change in the total utility that results from the unit change in consumption of the commodity within a given period of time. നമുക്ക് തന്നിട്ടുള്ള given period of ടൈമിൻ്റെ ഉള്ളിൽ ഒരു കൊമോഡിറ്റിയുടെ കൺസംഷനിലും അതേപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റിന്റെ റിസൾട്ടിലും വരുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു TUN ഡിവൈഡഡ് TUN മൈനസ് TUN മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഓക്കെ, ഇത് മാക്സിമം TU, ഇത് TU കർവാണ്, ഇത് MU കർവാണ്, ഇത് 0,
mu and tu. Okay. അപ്പോൾ ഇതാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റിന്റെ ഒരു ഗ്രാഫ് വരുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഇതിൽ എന്താ പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റിന്റെ കർവ്. ഇത് മാർജിനൽ യൂട്ടിലിറ്റിയിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ മാക്സിമം റീച്ചസിലെത്തും. മാക്സിമം റീച്ചസിലെത്തി കഴിഞ്ഞാൽ എന്താ? ഡിക്ലൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി mu ഡിക്ലൈൻസ്, mu reaches as 0 when tu maximum. അതായത് mu എന്നുള്ള കർവ് 0യിൽ എത്തുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ tu എന്ന് പറയുന്ന മാക്സിമത്തിലാകും. mu എന്ന് പറയുന്ന നെഗറ്റീവിലേക്ക് പോകാൻ തുടങ്ങിയാലോ tu എന്ന് പറയുന്നത് ഡിക്ലൈൻ ആവാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി given the utility function u equal to x square y cube find mux and muy. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് u എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ എന്താ കാണാം? MUX കാണാൻ പറഞ്ഞിട്ടുണ്ട്, MUY കാണാൻ പറഞ്ഞിട്ടുണ്ട്. MUX കാണാനുള്ള ഇക്വേഷൻ ആണ് ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ഇൻറ്റു ഡോ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ക്യൂബ്. ഓക്കെ, എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഈക്വൽ ടു 2x y ക്യൂബ്. ഓക്കെ, 2x y ക്യൂബ് എന്നാണ് വരിക. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്? MUY കാണാനാണ്. MUY കാണാൻ ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഈക്വൽ ടു 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ 3y സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഇക്വേഷൻ MUX കാണാനുണ്ട്, MUY കാണാനുണ്ട്, 2x ക്യൂബും അതേപോലെ തന്നെ എക്സ് സ്ക്വയർ 3y സ്ക്വയറും ആണ് നമ്മൾ ആൻസർ ഇതാക്കുമ്പോൾ വരിക. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ആണ് മാർജിനൽ കൺസെപ്റ്റിലെ രണ്ടാമത്തെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് പോയിന്റ് ഓഫ് particular combination of goods which yield the same utility or level of satisfaction to the customers. അപ്പോൾ നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS എന്ന് പറയുന്നത്. MRS കാണാനുള്ള ഇക്വേഷൻ ആണ് MUX ഡിവൈഡഡ് ബൈ MUY ഓർ MUY ഡിവൈഡഡ് ബൈ MUX. ഇതിനും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. MRS ആണ് പറയുന്നത്. MRS അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഒരു പോയിന്റ്. ഓക്കെ, ഇത് DY, ഇവിടെ DX, ഇതാണ് MRS. ഗുഡ്സ് Y, ഗുഡ്സ് X. ഓക്കെ, MRSന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഈ ഒരു ലൈൻ ആണ് MRSന്റെ ലൈന്. ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? MRSന്റെ ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? MRS എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു MRS എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണെന്ന് പറഞ്ഞു. ഈ ഒരു സ്ലോപ്പിനെയാണ് MRS എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഈ ഇക്വേഷൻ, ഇതിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ MRS XY ഈക്വൽ ടു MUX ഡിവൈഡഡ് ബൈ MUY. ഇനി MRS YX ഈക്വൽ ടു MUY ഡിവൈഡഡ് ബൈ MUX.
ഇതാണ് MRSന്റെ ഇക്വേഷൻ വരുന്നത്. MRS XY ഈക്വൽ ടു MUX ഡിവൈഡഡ് ബൈ MUY, MRS YX ഈക്വൽ ടു MUY ഡിവൈഡഡ് ബൈ MUX. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഗിവൻ ദ ഫംഗ്ഷൻസ് u ഈക്വൽ ടു 3x plus y. ഫൈൻഡ് ദ MRS XY ആൻഡ് MRS YX. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു u എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. u എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3x plus y എന്നുള്ളത്. u എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3x plus y. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? MRS XY ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ MRS XYന്റെ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇക്വേഷൻ ആണ് ഇത്. ഈ ഒരു ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? MUX കാണണം, അതേപോലെ തന്നെ MUY കാണണം. MUX അതേപോലെ തന്നെ MUY കാണണം. MUX എങ്ങനെ കാണാം? ഡോ u ഡിവൈഡഡ് ബൈ ഡോ എക്സ്. MUY എങ്ങനെ കാണാം? ഡോ y ഡിവൈഡഡ് ബൈ ഡോ എക്സ്. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ഇത് 3ഉം ഇത് 1ഉം ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് MUX ഈക്വൽ ടു 3/1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3 എന്ന ആൻസർ MRSന്റെ ആ ക്വസ്റ്റ്യൻ, ഈ ഒരു u ഈക്വൽ ടു 3x plus y എന്നാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു മാർജിനൽ കൺസെപ്റ്റ് ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. ഈ MPC എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ആണ്. MPC ക്വാണ്ടിഫൈസ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ, ദാറ്റ് ഈസ് ഹൗ മച്ച് ഇൻക്രീസ് ഇൻ ഇൻകം ഈസ് യൂസ്ഡ് ഫോർ കൺസംഷൻ. MPC കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ കൺസംഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. It is the slope of consumption line. കൺസംഷൻ ലൈനിലെ സ്ലോപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? MPC എന്ന് പറയുന്നത്. കൺസംഷൻ ലൈൻ ഈസ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഗ്രേറ്റർ ലെവൽ ഓഫ് ഇൻകം ജനറേറ്റ് ഗ്രേറ്റർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഈ ഒരു MPCയിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് അപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഒരു മാർജിനൽ കൺസെപ്റ്റ് ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, APC എന്ന് പറയുന്നത്. APC is the proportion of income used for the consumption expenditure. Proportion of income used for consumption expenditure. കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻകത്തിന്റെ പ്രൊപ്പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, APC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കൺസംഷൻ expenditure to any level of incomes. APC കാണാനുള്ള ഇക്വേഷൻ ആണ് APC equal to consumption divided by income. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ഒരു മാത്തമാറ്റിക് എക്കണോമിക് കൺസെപ്റ്റ് ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, MPS എന്ന് പറയുന്നത്. MPS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ സേവിംഗ് ദാറ്റ് റിസൾട്ട് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ഇൻകം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻക്രീസിംഗ് സേവിംഗ് ദാറ്റ് റിസൾട്ട് ഫ്രം ആൻ ഇൻക്രീസിംഗ് ഇൻകം. ഇറ്റ് ഷോസ് ദാറ്റ് അഡീഷൻ ഇൻകം യൂസ്ഡ് ഫോർ സേവിങ്സ്. MPSന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സേവിങ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. അതായത് നമ്മളെ സേവിങ്സിന് വേണ്ടി സേവിങ്സിൽ വരുന്ന ചേഞ്ചിനെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് MPS കിട്ടുക. MPS എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. MPS എന്ന് പറയുന്ന ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ സേവിംഗ് ലൈൻ ആൻഡ് MPS ലൈസ് ബിറ്റ്വീൻ 0 and 1. MPS എന്ന് പറയുന്നത് സേവിംഗ് ലൈനിന്റെ സ്ലോപ്പിനെയാണ് MPS എന്ന് പറയുന്നത്. MPS ലൈസ് ചെയ്തിരിക്കുന്നത് 0 and 1ന്റെ ഇടയിലാണ്. MPS ലൈസ് ബിറ്റ്വീൻ 0 and 1. അതായത് MPS പ്ലസ് MPC ഈക്വൽ ടു 1 ആണ് വരിക. ഓക്കെ, MPS കൂടുമ്പോൾ നമുക്കൊരു ഈ MPSന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് MRS ആണ്. MPSന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്
നമ്മൾ പറഞ്ഞു MPS എന്ന് പറയുന്നത് സേവിംഗ് ലൈനിന്റെ സ്ലോപ്പ് ആണ് എന്തെന്ന് പറയുന്നത് MPS എന്ന് പറയുന്നത്. ഇതാണ് MPSന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. MPS കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ഇൻകം കൂടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു കൺസെപ്റ്റ് ആണ്, എക്കണോമിക് കൺസെപ്റ്റ് ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, അതായത് APS എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ദാറ്റ് ഈസ് സേവ്ഡ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സേവിംഗ് റേഷ്യോ. ഇതിനെ സേവിംഗ് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. APS കാണാനുള്ള ഇക്വേഷൻ ആണ് സേവിംഗ് ഡിവൈഡഡ് ബൈ ഇൻകം, that equal to S divided by Y. APC equal to APS equal to 1. APC plus APS equal to 1. APCയും APSും കൂട്ടുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് APC കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? APC equal to 1 minus APS. APS കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരിക? 1 minus APC. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക് ആണ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്, അതിൽ വരുന്നതാണ് കോസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് വരുന്ന കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഡിറൈവ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ C ഈക്വൽ ടു F ഓഫ് Q T P K. ഇതാണ് കോസ്റ്റ് ഫംഗ്ഷന്റെ ഒരു ഫോം എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടെക്നിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ ടോട്ടൽ കോസ്റ്റ് ചെയ്താണെങ്കിൽ TC ഈക്വൽ ടു F ഓഫ് Q എന്നാണ് ഇതാ ടോട്ടൽ കോസ്റ്റ്. TC എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്, Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. TC കാണാനുള്ള ഇക്വേഷൻ ആണ് F ഓഫ് Q എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടൈപ്സ് ഓഫ് കോസ്റ്റ്. ടൈപ്സ് ഓഫ് കോസ്റ്റിൽ ഫസ്റ്റത്തെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഔട്ട് ഓഫ് pocket expenditure of the firm to purchase or hire the inputs it requires in production is called explicit cost. Explicit cost എന്ന് പറഞ്ഞാൽ അതിലുള്ള എക്സാമ്പിൾസ് ആണ് wages to hire labor, interest on borrowed capital, rent on land and buildings. It is also examples of explicit cost. രണ്ടാമത്തെ ടൈപ്പ് ആണ് implicit cost. The value of the inputs owned and used by the firm in its own production process. അവരുടെ സ്വന്തം പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഈ ഫേം ഓൺ ചെയ്യുന്ന ഇൻപുട്സിന്റെ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. എ പെർട്ടിക്കുലർ ഗുഡ് ഈസ് ദ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് അതർ ഗുഡ്സ് വിച്ച് മൈറ്റ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദ സെയിം റിസോഴ്സസ്. ഒരു സെയിം റിസോഴ്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, സെയിം റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ കോസ്റ്റിനെയാണ്, ഒരു പെർട്ടിക്കുലർ ഗുഡിന്റെ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടേം ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ മണി എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ഫിക്സഡ് ഇൻപുട്സ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, ടൂൾസ്, എക്യുപ്മെന്റ്സ് ഇൻ ഷോർട്ട് റൺ. അതായത് പ്ലാന്റ്, മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടോട്ടൽ ഇൻക്വയർ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. TFC remains same at all levels of output. In short run it remains constant. Okay, next പറയുന്ന ഒരു ടോപ്പിക് ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മണി എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ വേരിയബിൾ ഫാക്ടർ ഇൻപുട്സ്, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ്, പവർ, ഫ്യൂവൽ, വാട്ടർ, ട്രാൻസ്പോർട്ട് എക്സെട്ര ഇൻ ദ ഷോർട്ട് റൺ. ഇതിനെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. TVC ഈക്വൽ ടു TC മൈനസ് TFC, ടോട്ടൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. TVC equal to F of Q. നെക്സ്റ്റ് പറയുന്ന ടോട്ടൽ കോസ്റ്റ്. എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് മണി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എ ഫേം ടു പ്രൊഡ്യൂസ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. TC equal to F of Q. It includes explicit and implicit cost. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിനെയാണ്, അതായത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും എല്ലാം കൂടിയിട്ടുള്ള കോസ്റ്റിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. TC equal to TFC plus TVC. നെക്സ്റ്റ് പറയുന്നതാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ AFC ഈക്വൽ ടു, AFC എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. AFC കാണാനുള്ള ഇക്വേഷൻ ആണ് AFC ഡിവൈഡഡ് ബൈ TFC ഡിവൈഡഡ് ബൈ Q എന്നുള്ളത്. ഇറ്റ്സ് കർവ് ഹാസ് ബീൻ
നെഗറ്റീവ് സ്ലോപ്പ്. ഈ ഒരു ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ സ്ലോപ്പ് ഗ്രാഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അവയുടെ കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു കോസ്റ്റ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ABC എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് കോസ്റ്റ് refers to variable cost per unit of output. ഔട്ട്പുട്ടിന്റെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റിനെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു TVC ഡിവൈഡഡ് ബൈ Q. നെക്സ്റ്റ് പറയുന്നതാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഓർ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് പെർ യൂണിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ്. ഇറ്റ് ആൾസോ നോൺ ആസ് യൂണിറ്റ് കോസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. AC ഈക്വൽ ടു AFC പ്ലസ് AVC. AFCയും AVCയും AVCന്റെയും സമ്മിനെയാണ് AC എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്? നെറ്റ് അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതർ വേർഡ്സ് ഇറ്റ് ഇംപ്ലൈസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കോസ്റ്റ് കർവ് എങ്ങനെ നോക്കാം. കോസ്റ്റ് കർവ് എങ്ങനെയാണ്? കോസ്റ്റ് കർവ് ആണ് കോസ്റ്റ് കർവ് AFC. ഇതാണ് AFC ലൈന്. ഇത് AC, ഇത് AVC, ഇതാണ് MC. ഓക്കെ, ഇവിടെ കോസ്റ്റ് ആണ് വരിക, ഇവിടെ ഔട്ട്പുട്ട്. കോസ്റ്റ് കർവ് ഇതാണ് വരിക. കോസ്റ്റ് കർവ് ഈ ഒരു കർവ് AFC, AC, AVC ഈ ഒരു ലൈനാണ് MC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഇനി നെക്സ്റ്റ് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റും അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റിന്റെയും റിലേഷൻ ആണ് പറയുന്നത്. റിലേഷൻ പറയുന്നതിന് നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ റിലേഷൻ പറയാം. ആവറേജ് കോസ്റ്റിന്റെയും ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് റിലേഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് എങ്ങനെ വരക്കാന്ന് ചോദിച്ചാല്, ഗ്രാഫ് ഇവിടെ AC ഈക്വൽ ടു MC ആയിരിക്കും. ഇത് MC ആണ്, ഇത് AC ആണ്. ഓക്കെ, അപ്പം ഇതാണ് MCയുടെയും ACയുടെയും ഗ്രാഫ് വരുന്നത്. താഴെയുള്ളത് MCയും മുകളിലുള്ളത് AC ആണ്. ഇത് രണ്ടും കൂട്ടി ചേർന്ന് AC ഈക്വൽ ടു MC ആയിരിക്കും. അപ്പൊ ഇവിടെ റിലേഷൻഷിപ്പ് പറയുമ്പോൾ when AC falls, AC fall ചെയ്യുമ്പോൾ MC ഈസ് ലെസ് ദാൻ AC. AC കുറയുമ്പോൾ MC എന്ന് പറയുന്നത് AC-നെക്കാട്ടിലും കുറവാണ്. ഓക്കെ, കുറവാണ്. MC curve lies below AC or falls in MC is higher than AC. അതായത് MC എന്ന് പറയുമ്പോൾ ഇതാവുമ്പോൾ ഹയർ ചെയ്യുമ്പോൾ MC curve lies below the AC. MC curve below the AC ആകുമ്പോൾ higher than MC is higher than fall in AC. When AC is minimum, AC എന്നുള്ളത് മിനിമത്തിലെത്തുമ്പോൾ MC equal to AC. MC എന്ന് പറയുന്നത് AC എന്നുള്ളത് മിനിമത്തിലെത്തുമ്പോൾ AC equal to MC ആണെന്ന് പറഞ്ഞു. When AC increases, AC increase ചെയ്യുമ്പോൾ MC is greater than. AC increase ചെയ്യുമ്പോൾ MC എന്ന് പറയുന്നത് AC-നെക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. when AC falls, ഇനി AC falls ചെയ്യുകയാണെങ്കിലോ, AC falls ചെയ്യുമ്പോൾ MC is below AC. MC എന്ന് പറയുന്നത് AC-നെക്കാളും കുറവാണ്. ഓക്കെ, when AC is minimum, MC equal to AC. when AC minimum ആവുമ്പോൾ MC equal to AC ആണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ടോട്ടൽ പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്, നെക്സ്റ്റ് ഒരു എക്കണോമിക് കൺസെപ്റ്റ് ആണ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ടോട്ടൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് means the total quantity of goods and services produced by a firm with a given inputs during a specified period of time. നമുക്ക് തന്നിട്ടുള്ള ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള ഇൻപുട്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് എ ഫാക്ടർ ഇസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് പെർ യൂണിറ്റ് ഓഫ് എ ഫാക്ടർ എംപ്ലോയിഡ് ഓർ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടേഴ്സ്
എംപ്ലോയിഡ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടേഴ്സ് എംപ്ലോയിഡ് ആണ് എന്തെന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ്. എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഇൻപുട്ട് ഓർ ഫാക്ടർ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് വൺ ഓർ മോർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് കീപ്പിംഗ് ആൾ അതേഴ്സ് അൺചേഞ്ച്ഡ്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ പ്രൊഡക്ട്സ് ആൻഡ് ആവറേജ് പ്രൊഡക്ട്സ്. ആവറേജ് പ്രൊഡക്ട്സും അതേപോലെ തന്നെ മാർജിനൽ പ്രൊഡക്ട്സും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ പ്രൊഡക്ട്സ് ആൻഡ് ആവറേജ് പ്രൊഡക്ട്സ്. ഇത് MP ആണ്. ഓക്കെ, ഇതില് TP ഇവിടെ എന്ന് പറയുന്നത് ലേബർ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MP ആൻഡ് AP. MP-യുടെയും അതേപോലെ തന്നെ AP-യുടെയും റിലേഷൻ ആണ് പറയുന്നത്. ഇനീഷ്യലി TP, MP ആൻഡ് AP കർവ്സ് ആർ റൈസിംഗ്. മൂന്നും ആദ്യം റൈസ് ചെയ്യാണ് ചെയ്യുക. ഇൻക്രീസസ് ഇൻ AP ഗ്രേറ്റർ ദാൻ ഇൻക്രീസ് ഇൻ AP. Okay, increase in MP is greater than increase in AP. When AP is maximum, AP maximത്തിൽ എത്തുമ്പോൾ MP equal to AP ആയിരിക്കും. When TP is maximum, MP equal to 0 ആയിരിക്കും. When TP is failing, MP എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. MP passes through the maximum point of AP. So long as AP sloping upward, MP greater than AP. നെക്സ്റ്റ് റിലേഷൻ ആണ് ആസ് AP slopes down, MP less than AP. ഇത്രയും കാര്യങ്ങളാണ് MP, AP ആൻഡ് TP തമ്മിലുള്ള റിലേഷൻസ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്, നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു കൺസെപ്റ്റ് ആണ്, എക്കണോമിക് കൺസെപ്റ്റ് ആണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വേർ two factors can be substituted in a way as to produce a constant level of output. MRTS അതായത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സ്ലോപ്പ് ഓഫ് ഐസോകോൺസ്. ഐസോകോൺസിന്റെ സ്ലോപ്പിനെയാണ് MRTS എന്ന് പറയുന്നത്. ആൻഡ് ഐസോകോൺസ് റെപ്രസെന്റ്സ് ആൾ ദോസ് കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിംഗ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. MRTS XY equal to MPX divided by MPY. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് ഒരു മാർജിനൽ കൺസെപ്റ്റ് ആണ് മാർജിനൽ റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ. മാർജിനൽ റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ. The term revenue refers to the receipts obtained by a firm from the sale of a certain quantities of commodities at a various prices. Total revenue equal to total amount of money. Total revenue എന്ന് പറഞ്ഞാൽ എന്താണ്? Total amount of money that a firm receives from the sale of its goods. അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി, ഒരു ഫേം അവരുടെ ഗുഡ്സ് സെയിൽ ചെയ്ത് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. TR equal to P into Q. MR എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം ദ സെല്ലിംഗ് ആൻഡ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും യൂണിറ്റ് സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. MR equal to AR plus Q into DP divided by DQ ആണ്. ഇനി നമുക്ക് AR-ഉം MR-ഉം തമ്മിലുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും അതേപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള ഗ്രാഫ് നോക്കാം. AR and MR in perfect competition. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് AR equal to MR ആയിരിക്കും. AR equal to MR ആയിരിക്കും വരിക. പ്രൈസ്
ഔട്ട്പുട്ട്. AR and MR in perfect competition AR equal to MR ആയിരിക്കും. എന്നാൽ AR and MR imperfect competition എന്തായിരിക്കും? imperfect competition എന്തായിരിക്കും വരിക? imperfect competition എങ്ങനെ വരും? ഇങ്ങനെയാണ് വരാം. ARഉം MRഉം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ARഉം MRഉം എന്താ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓർ റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എത്ര റേറ്റ് ചേഞ്ചിന്റെ റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിവൈഡഡ് ഇൻടു ടു, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അതിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് പ്രൈസ്. ഇറ്റ് ആൾസോ ഇൻവേഴ്സ് ആൻഡ് നെഗറ്റീവ്. ഇതെപ്പോഴും ക്വാണ്ടിറ്റി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ് ആയിരിക്കും, അതേപോലെ തന്നെ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ 5 ടൈപ്സ് ആണ് പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മൂന്ന് ടൈപ്സ് ആണ് പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ കോമഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് വരുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഗ്രീനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പം നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്മോൾ റൈസ് ഇൻ പ്രൈസ് കോസസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കോമഡിറ്റി ഡ്യൂ ടു ഫാൾ ഇൻ സീറോ ആൻഡ് സ്മോൾ fall in price will cause an infinite increase in the quantity demanded of the commodity. Perfectly elastic എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ റൈസ് ഇൻ പ്രൈസസ്, പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ അതെന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ചേഞ്ച് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിൽ വരുത്തുന്നതിനാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സീറോ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ഓഫ് ദ കോമഡിറ്റി റിമെയിൻസ് ദ സെയിം വാട്ട് എവർ ബി ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസിൽ എന്ത് ചേഞ്ച് വന്നാലും, പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ക്വാണ്ടിറ്റി ഡിമാൻഡിന് ചേഞ്ച് വരാത്തതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന നെക്സ്റ്റ് മൂന്നാമത്തെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. നാലാമത്തെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ കോമഡിറ്റി ഈസ് ലെസ് ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ലാസ്റ്റ് പറയുന്നതാണ് യൂണിറ്റി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് എ കോമഡിറ്റി വിൽ ബി ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ് പറഞ്ഞത്. പ്രൈസ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ്, ആർക്ക് മെത്തേഡ്, പോയിന്റ് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കുറെ എക്കണോമിക് കൺസെപ്റ്റ്സ് ആൻഡ് ടോട്ടൽ കൺസെപ്റ്റ്സ് ആണ്. ഒരുപാട് മാർജിനൽ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിറ്റി എന്താണ്, ഇലാസ്റ്റിറ്റിയുടെ ടൈപ്സ് ഏതൊക്കെയെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത യൂണിറ്റുമായിട്ട് കാണാം. താങ്ക് യു.